എനിക്ക് മുഖം നോക്കാതെ നിങ്ങളോട് കുറച്ച് സംസാരിക്കാനുണ്ട്. ഇനി ഇങ്ങനെ ഒരു ഫണ്ട് വാങ്ങിയിട്ടുണ്ടെങ്കിൽ അത് അവരുടെ ഭർത്താവിന്റെ തെരഞ്ഞെടുപ്പ് അഫിഡവിറ്റ് കാണിക്കേണ്ടതല്ലേ? അങ്ങനെ കാണിച്ചിട്ടില്ല. അപ്പൊ ഏത് രീതിയിൽ നോക്കിയാലും നിയമവിരുദ്ധമായിട്ടുള്ള ഒരു ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ ഇവിടെ നടന്നിരിക്കുന്നു. അത് തട്ടിപ്പാണ് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഇനി ഒരു കാര്യം കൂടി CPM മാത്യു കുഴൽനാടൻ അഫ്സലിനെ പോലെയുള്ള ആളുകൾ എന്തെങ്കിലും പറയുമ്പോൾ, ഈ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ഉത്തരം കിട്ടാതെ വരുമ്പോൾ ഇന്ത്യയുടെ ഫെഡറലിസം തകർന്നു എന്നുള്ളതൊക്കെ പറയുമ്പോൾ അതൊക്കെ വേറെ ചർച്ചയാണ്. ഇവിടെ CPM നേതാക്കന്മാരുടെ അഴിമതിയെ മാസപ്പടിയെ കുറിച്ച് ചോദിക്കുമ്പോൾ ഫെഡറലിസം തകർന്നതിനെ കുറിച്ചും സാർവലൗകികമായിട്ടുള്ള പൗരാവകാശ കുറിച്ചൊന്നും ഇവിടെയുള്ള ആളുകൾ ക്ലാസ് എടുക്കേണ്ടതുണ്ട്. അപ്പൊ തീരുമാനിച്ചുറപ്പിച്ചോ? ഞാൻ ഉറപ്പിച്ചു. നിങ്ങൾക്ക് ഉറപ്പിക്കാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഒരു ബുദ്ധിമുട്ടില്ല. പിണറായി വിജയനെ പോലുള്ള ആളുകൾ ഞാനൊന്ന് സംസാരിച്ചോട്ടെ. താങ്കൾക്ക് എന്തോ ഒരു മര്യാദ ഇല്ലാത്ത അമ്മച്ചി, ഇവന്മാരെ പറഞ്ഞിട്ട് കാര്യമില്ല. അത്രയ്ക്കുള്ള ബുദ്ധിയല്ലേ ഇവന്മാർക്കുള്ളൂ. വീണ വിജയൻ പറ്റിച്ചു, തെരഞ്ഞെടുപ്പ് കമ്മീഷനെ വഞ്ചിച്ചു, നികുതി വറ്റിച്ചു. നിങ്ങളോട് എനിക്കൊരു ദേഷ്യമില്ല. വിവരമില്ലായ്മ ഒരു കുറ്റമല്ലല്ലോ. PK വിജയൻ എന്ന് പറഞ്ഞ പിണറായി വിജയൻ ശതകോടീശ്വരനായി എങ്ങനെയെന്ന് ചോദിക്കുമ്പോ ചോദ്യത്തില് ശതകോടീശ്വരൻ ശതത്തിന്റെ അർത്ഥമൊക്കെ താങ്കൾ പറഞ്ഞു. ഇവനൊക്കെ എങ്ങനെ ഇത്ര വലിയ പണക്കാരനായതെന്നും കൂടി പറയണ്ടേ? പരനാറിയെന്നും നികിഷ്ടജീവിയെന്നും കുലംകുത്തിയെന്നും പൃഥർശൂന്യെന്നൊക്കെ കേരളത്തിന്റെ പൊതു മനസാക്ഷിക്ക് മുമ്പിൽ വിളിച്ചിട്ടുള്ള ആളുകളാണ് ഇവിടെ കീലേരി അച്ചു എന്ന് പറഞ്ഞതിനെ കുറിച്ച് അച്ഛനെ വിളിക്കുന്നതാണെന്ന് ചോദിച്ചത്. നിങ്ങളൊക്കെ നിങ്ങളുടെ വീട്ടിൽ അച്ഛനെ വിളിക്കുന്ന പരനാറി എന്നാണോ? നിങ്ങള് പിതൃശൂര്യൻ എന്നാണോ വിളിക്കുന്നത്? ഒന്ന് പറഞ്ഞു തന്നെ. CPM നേതാക്കന്മാര് പിണറായി വിജയൻ അച്ഛനെ വിളിക്കുന്നത് പരനാറി എന്നാണോ? കേരളത്തിലെ CPM ഓഫീസുകളുടെ അസ്ഥിവാരം തോണ്ടിയാൽ പട്ടയവും ആധാരവും ഇല്ലാതെ കയ്യാറ്റ് ഭൂമിയിൽ പണിതിരിക്കുന്ന മുഴുവൻ ഓഫീസുകളും തുറന്ന് പരിശോധിച്ചാൽ ഇവിടെ അറിയാം ഈ കേരളത്തിന്റെ പൊതുഭൂമി കൊള്ളയടിക്കുന്നത് CPM നേതൃത്വത്തിലാണെന്ന്. നിങ്ങൾ ഞങ്ങളെ പോലുള്ള 3-4 ആളുകളോട് ഉത്തരം മുട്ടുമ്പോ കൊഞ്ഞനം കാണിക്കുന്ന വർത്തമാനം പറയരുത്. ചോദ്യത്തിന് മറുപടി ഇല്ലെങ്കിൽ മിണ്ടാതിരിക്കണം. എന്നെ കഷ്ടല്ലേ? ഇവിടെ വീണയ്ക്കും പിണറായി വിജയനും ഒക്കെ മറുപടി പറയാനില്ലാതെ വരുമ്പോ ഇത്തരത്തോളം വിവരം കെട്ട ആളുകളൊക്കെ ചർച്ചയ്ക്ക് വിട്ടുകൊണ്ട് എന്ത് തോന്നിവാസവും പറയാമെന്ന് നിങ്ങൾ വിചാരിച്ചിരിക്കുന്നത്? മര്യാദ കാണിക്കണം. അച്ഛനേക്കാൾ പ്രായമുള്ള ശ്രീകുമാർ സാറിനെ താങ്കൾ എത്രത്തോളം അധിക്ഷേപിച്ചു. ഞാൻ മിണ്ടാതിരുന്നില്ലേ? ഗണേഷ് മിണ്ടാതിരുന്നില്ലേ? അദ്ദേഹം മിണ്ടാതിരുന്നില്ലേ? താങ്കൾക്ക് ഒരു സാമാന്യ മര്യാദ ഉണ്ടോ? ഇത് കേരളമാണ്. ഇതുപോലെ വിവരം കെട്ടവന്മാര് ക്യാപ്സ്യൂളും വിഴുങ്ങി ദഹിക്കാതെ വന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്ന വിവരം കെട്ടവന്മാരുള്ള കേരളമാണിത്. അവന്റെ കരച്ചിൽ എന്ത് സഹിക്കാൻ പറ്റുന്നില്ലടോ. അവസാനം കാല് പിടിച്ചപ്പോ നിർത്തി.